ഹലോ, എൻ്റെ ഒരു ക്ലയൻറ്റ് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് മാരീഡ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ അതേന്ന് പറഞ്ഞു. അവരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 കുട്ടികളുടെ അമ്മയാണെന്ന് തോന്നും. മലയാളിയല്ല, ഇന്ത്യയാണ്. അപ്പോൾ ഞാൻ എത്ര കുട്ടികളുണ്ട് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു എനിക്ക് കുട്ടികളൊന്നും ഇല്ല, ഞാൻ മാരീഡ് അല്ല എന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര ഞാൻ അതിശയിച്ചു പോയി. കാരണം അവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോൾ ഒരു വിലയിരുത്തലുണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ അവരുടെ എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചത് തന്നെ. അപ്പം ഞാൻ അവരോട് ചോദിച്ചു എത്ര വയസ്സുണ്ട്. അപ്പോൾ 37 പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്താ ഇത്ര നാളായിട്ട് കല്യാണം കഴിക്കാൻ? എന്തിനാ കല്യാണം കഴിച്ചിട്ട് എന്തിനാ വെറുതെ ടെൻഷൻ എല്ലാം കൂടെ വലിച്ചു വെക്കുന്നത്? കല്യാണം കഴിക്കാൻ കൂടെ താല്പര്യമില്ല. അവര് ഒരാൾ മാത്രമല്ല, 2 സിസ്റ്ററോ ബ്രദറോ അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉള്ളൊരു ഫാമിലിയാണ്. ഈ ആള് മാത്രമേ ഉള്ളൂ കല്യാണം കഴിക്കാത്തത്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതൊരു അഫയർ ഒന്നും ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചു. ഇഷ്ടം പോലെ അഫയർ ഉണ്ടെന്ന് അവനോട് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ കൊള്ളാം, എന്നാ പിന്നെ കല്യാണം കഴിക്കുന്ന ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ ഞാൻ മനസ്സിലോർത്ത് നിന്ന് ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല. അപ്പൊ എന്നോട് അവര് പറയുക, നിങ്ങളിപ്പം ആരായാലും കല്യാണം കഴിക്കുന്ന ആ ഒരു പുരുഷൻ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണെങ്കിൽ മാത്രമേ ആ ലൈഫിൽ ഒരു സന്തോഷം ഉണ്ടാകത്തുള്ളൂ, നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കത്തുള്ളൂ എന്ന്. അപ്പം എനിക്ക് തോന്നുന്നു അവർക്കുള്ള ആ ഒരു കണക്ഷൻസ് എല്ലാം മാരീഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടെന്നാണ് തോന്നുന്നത്. അല്ലെ പിന്നെ അവരങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള സ്ത്രീകൾ, അതായത് നല്ല ആൾക്കാരെ കിട്ടുന്ന സ്ത്രീകൾ ഭയങ്കര ലക്കിയാണ്. അതവർ പറയാൻ നമുക്കറിയത്തില്ലേ. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുള്ളപ്പോൾ പുരുഷന്മാർ പോകുന്നതോ ഇങ്ങനെയുള്ള കുറേ സ്ത്രീകളുണ്ട്. കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ പല സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തുന്ന കുറേ ആൺപിള്ളേരുണ്ട്. അപ്പം പെൺപിള്ളേരും ഉണ്ട്, ആൺപിള്ളേർ അറിയാതെ ബന്ധം പുലർത്തുന്ന പെൺപിള്ളേരും ഉണ്ട്. അപ്പം എന്തൊക്കെയല്ലേ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. അപ്പം അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ എനിക്കത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇതിനൊക്കെയാണല്ലേ അവിഹിതം എന്ന് പറയുന്നത്. ആൺപിള്ളേരുടെ മെയിൻ ഉദ്ദേശം കളി തന്നെ ആയിരിക്കുമല്ലോ.